മന്ത്രിയുടെ പ്രതികരണം കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മന്ത്രി ജെ ചിഞ്ചുറാണി ഇപ്പോൾ കൊല്ലം മതിലിൽ സുമേഷിൻ്റെ വീട്ടിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. സുമേഷിൻ്റെ അച്ഛനെ ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. നേരത്തെ ഭാര്യയും ചെറിയ കുഞ്ഞുമാണ് സുമേഷിനുള്ളത്. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ വീടിന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. സുമേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് വലിയ ദുഃഖത്തിനിടയാക്കുന്നുണ്ട്. മിനിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്കതുകൂടെ കാത്തിരിക്കാം. മന്ത്രി ജെ ചിഞ്ചുറാണി തൃശൂർ മതിലിലെ സുമേഷിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷം പുറത്തേക്ക് വരുന്ന കാഴ്ചകളാണ് കാണുന്നത്. എന്തായാലും മന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതോടെ പറയൂ ലിജോ. മന്ത്രിയുടെ പ്രതികരണം ഉടൻ തന്നെ ഉണ്ടാകും. ആ വീടിന്റെ ഭാഗത്ത് നിന്ന് തൊട്ടടുത്തേക്ക് മാറി നിന്നുകൊണ്ട് പ്രതികരണം നൽകാമെന്ന് പറയുകയാണ്. മന്ത്രി അതിനേക്കായിട്ടാണ് ഇപ്പോൾ വരുന്നത്. കാരണം ആ ഒരു വീട്ടിൽ നിന്ന് കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല. അത്രത്തോളം വിഷമകരമായിട്ടുള്ള ഒരു കാര്യത്തിലാണ് മന്ത്രി ആയിരിക്കുന്നതെന്ന കുടുംബം ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് പ്രതികരിക്കാതെ ഇപ്പോൾ തന്നെ നമുക്ക് മന്ത്രിയുടെ പ്രതികരണം ലഭിക്കും. കാരണം മറ്റു കാര്യങ്ങൾ, ആ സംസ്കാര ചടങ്ങുകളുടെ കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രി അത് വിശദമായി ഇപ്പോൾ പറയുകയും ചെയ്യും. നമ്മളിപ്പോൾ വന്ന ലിസ്റ്റിനകത്ത് പേരുണ്ട്. 23 പേരാണ് ഇന്ന് കൊച്ചിയിലെത്തുന്നത്. പക്ഷേ നോർക്ക ഇതുവരെയും കൺഫർമേഷൻ തന്നിട്ടില്ല. കാരണം ഇത് വളരെ താമസിച്ചിട്ടാണ് ഇദ്ദേഹം ഇതിനകത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് ഇന്നലെ വൈകിട്ടാണ്. അപ്പോൾ പിന്നെ വീട്ടുകാരറിഞ്ഞത് ഇന്ന് രാവിലെയൊക്കെയാണ്. അപ്പോൾ ഏതായാലും ശരി, അതൊരു അരമണിക്കൂറിനകം അവർ കൺഫർമേഷൻ തരാമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് നോർക്ക. അതെ, ഇതുവരെ ആയിട്ടില്ല. കാരണം അത് ഇന്നലെ ഒരുപാട് അവസാനമാണ് നമ്മൾ അറിഞ്ഞത് ഇങ്ങനെ ഒരാൾ കൂടെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. അത് പൂർത്തീകരിക്കാതെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷെ മറ്റെല്ലാം വളരെ സ്പീഡപ്പ് ചെയ്ത് അവർ ചെയ്തു. കുടുംബം വളരെ പരിതാപകരമാണ്. വൈഫിന് എനിക്ക് തോന്നുന്നു അസുഖമാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ കോളേജിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അച്ഛനും വളരെ സീരിയസായി അസുഖമുള്ള ആളാണ്. ആ കുടുംബത്തെ സഹായിക്കണം, ഏതു വിധത്തിലും സഹായിക്കുക. ഗവൺമെൻറ് എന്തായാലും സഹായധനമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോർക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല വ്യവസായികളും ഇപ്പം നല്ലതുപോലെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ അപകടം ഉണ്ടായ സ്ഥാപനം തന്നെ ഇവർക്ക് വേണ്ടുന്ന സഹായം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉൾക്കൊള്ളാൻ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അച്ഛനൊക്കെ ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. വൈഫിന് അതിനപ്പുറത്തേക്കാണ്. അത് ഇവിടെ മാത്രമല്ല, എല്ലായിടും അതാണ്. നമുക്കറിയാലോ, ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നം. അത് സ്വന്തം ഭർത്താവാണെങ്കിൽ, സ്വന്തം മകനാണെങ്കിൽ, അവരുടെ അമ്മയ്ക്കും ഒട്ടും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്കിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായത്. ഏത് സഹായം കൊടുത്താലും അതൊന്നും ഒരു ജീവന് പകരമാകില്ല. അതാണ് നമുക്കറിയാം. തീർച്ചയായിട്ടും മന്ത്രി പറഞ്ഞതുപോലെ തന്നെയാണ്. എവിടെ ആണെങ്കിലും ആ മരിച്ച ഒരു സ്ഥലത്ത് പോവുക, അവരെ ബന്ധുക്കളെ കാണുക എന്നുള്ളത് വളരെ ഹൃദയഭേദകമായ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അവരുടെ കുടുംബങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അവർക്ക് ആവശ്യമായ ധനസഹായം, പ്രത്യേകിച്ച് ഒട്ടുമിക്ക കുടുംബങ്ങളിലും അവരുടെ അത്താണി തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ധനസഹായം സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒപ്പം തന്നെ പ്രവാസി വ്യവസായികളുടെയും ഭാഗത്തൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ സംഗതി.